സൗദി അറേബ്യയിൽ വരുന്ന 4 ദിവസങ്ങളിൽ ഇടിമിന്നലും ശക്തമായ കാറ്റും കനത്ത മഴയും അനുഭവപ്പെടുമെന്ന് ദേശീയ കാലാവസ്ഥാ നിയന്ത്രണ കേന്ദ്രം. തീരദേശങ്ങളിൽ കാറ്റും ആലിപ്പഴവർഷവും പേമാരിയും ഉണ്ടാകുമെന്നും കടലിൽ തിരമാലകൾ ഉയരാൻ സാധ്യതയുണ്ടെന്നുമാണ് മുന്നറിയിപ്പ്. കൊടുങ്കാറ്റിനുള്ള സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. മക്ക, അൽബർഹ, അസീർ, റിയാദ്, ഹായിൽ എന്നിവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ മഴ ലഭിക്കും. അതേസമയം വടക്കൻ അതിർത്തികളിലും അൽ ജൗഫിലും നേരിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. അറബ് നാടുകളിലെ പരമ്പരാഗത ആഘോഷമായ ഹക്കൽ ലൈല അജ്മാനിൽ ഭക്ഷ്യപരിശോധന കർശനമാക്കി. പരമ്പരാഗതമായ ഈ ആഘോഷത്തിൽ മധുരപലഹാരങ്ങൾ, ജ്യൂസുകൾ എന്നിവയുടെ ഉപഭോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വിപണിയിൽ ലഭ്യമായ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനുള്ള പരിശോധനകൾ കർശനമാക്കിയത്. ഷഅബാൻ മാസപകുതിയിൽ അറബ് രാജ്യങ്ങളിൽ വിപുലമായി കൊണ്ടാടുന്ന ഹക്കൽ ലൈല അറബ് ജനതയുടെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പാരസ്പര്യത്തിന്റെയും പ്രതീകമാണ്. ഞങ്ങൾക്ക് തരൂ, പകരം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും എന്ന് പാടിയെത്തുന്ന കുട്ടികൾക്ക് മുതിർന്നവർ സമ്മാനങ്ങൾ നൽകുന്ന ആഘോഷമാണ് ഇത്. അജ്മാനിൽ വെറ്റിനറി ഉൽപ്പന്നങ്ങളിൽ നിയമം ലംഘിക്കുന്നവർക്ക് വൻപിഴ. വെറ്റിനറി സ്ഥാപനങ്ങൾ അംഗീകൃത കമ്പനികൾ മുഖേന കാലഹരണപ്പെട്ട ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി സംസ്കരിക്കണമെന്നും അല്ലാത്തവർക്ക് വൻപിഴ ചുമത്തുമെന്നുമാണ് അജ്മാൻ മുനിസിപ്പാലിറ്റി മുന്നറിയിപ്പ് നൽകുന്നത്. കാലാവധി കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ സംസ്കരണം ഉറപ്പാക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം 10,000 മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തുമെന്നുമാണ് മുന്നറിയിപ്പ്. ഷാർജയിലെ പ്രകൃതി വിഭവങ്ങൾ വേർതിരിച്ചെടുക്കുന്ന കമ്പനികൾക്ക് 20% കോർപ്പറേറ്റ് നികുതി ചുമത്തും. അസംസ്കൃത വസ്തുക്കൾ, എണ്ണ, ലോഹങ്ങൾ, ധാതുക്കൾ എന്നിവയുൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങൾ വേർതിരിച്ചെടുക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് നിയമം ബാധകമാകുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ വേർതിരിക്കൽ, പരിഷ്കരണം, സംസ്കരണം, സംഭരണം, ഗതാഗതം, വിപണനം, വിതരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്ഥാപനങ്ങളും നികുതിയുടെ പരിധിയിൽ ഉൾപ്പെടും. സൗദി അറേബ്യയിലെ യാംബുവിനടുത്ത് ഉംലഞ്ചിൽ കെട്ടിടത്തിൽ നിന്നും വീണ് മലയാളി മരിച്ചു. മലപ്പുറം താനൂർ കാരാട് സ്വദേശി CP നൌഫലാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. ഗ്ലാൻഡിംഗ് ഗ്ലാസ് ഫിറ്റിംഗ് ജോലി ചെയ്യുകയായിരുന്ന നൌഫൽ ജോലിക്കിടെ കെട്ടിടത്തിൽ നിന്ന് വീഴുകയായിരുന്നു. സൗദി അറേബ്യയിലെ അൽ ഹസയിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി പക്ഷാഘാതം മൂലം മരിച്ചു. കല്ലമ്പലം ചേന്നങ്ങാട്ട് വീട്ടിൽ സതീശനാണ് മരിച്ചത്. 66 വയസ്സായിരുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ഉഫൂപ്പിൽ തയ്യൽ വേല ചെയ്തിരുന്ന സതീഷിനെ 20 മാസം മുമ്പാണ് പക്ഷാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ദുബൈയിൽ പുതുതായി ആരംഭിക്കുന്ന നൂർ അൽ ഊദ് പെർഫ്യൂം കമ്പനി മുഹമ്മദ് യൂസഫ് ബൗസൂര്യൻ കമ്പനിയുടെ ചെയർമാൻ മുഹമ്മദ് യൂസഫ് ബൗസൂര്യൻ ഉദ്ഘാടനം ചെയ്യും. വിൽപ്പനോദ്ഘാടനം ദുബായ് DCL അംഗം മുഹമ്മദ് അലി നിർവഹിക്കും. വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ദുബായ് കരാമയിൽ നടക്കുന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി നൂർ അൽ ഊദ് കമ്പനിയുടെ ചെയർമാൻ EC കുക്ക് മജീദ് അറിയിച്ചു. ഓർമ്മ സാഹിത്യോത്സവത്തിന് നാളെ തിരിതെളിയും. ദുബായ് പോപ്പുലർ അക്കാദമി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ സുനിൽ P ഇളയിടം, ബെന്യാമിൻ, പ്രേംകുമാർ, നികേഷ് കുമാർ, ജിൻഷ ഗംഗ എന്നിവർ പ്രധാന അതിഥികളായി പങ്കെടുക്കും. കേരള സാഹിത്യ അക്കാദമിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവത്തിലേക്ക് പ്രവേശനം സൗജന്യമാണ്. രജിസ്റ്റർ ചെയ്ത് മുഴുവൻ സമയവും പങ്കെടുക്കുന്നവർക്ക് സാഹിത്യ അക്കാദമിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. വരുന്ന ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തോടെ സാഹിത്യോത്സവം സമാപിക്കും. സമാപന സമ്മേളനത്തിൽ ബോസ് കുഞ്ചേരി സാഹിത്യ പുരസ്കാരം ജേതാക്കൾക്ക് സമ്മാനിക്കും. UAE കണ്ണൂർ ജില്ലാ വോളിബോൾ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ജില്ലാതല വോളിബോൾ ടൂർണമെന്റ് വരുന്ന ഞായറാഴ്ച ദുബായ് ഗൾഹൂദിലെ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. കണ്ണൂർ ജില്ലക്കാരനായ മുൻ ഇന്റർനാഷണൽ വോളിബോൾ താരം ജോബി ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ടൂർണമെന്റിൽ കേരളത്തിൽ നിന്നുള്ള 10 ടീമുകൾ പങ്കെടുക്കും. പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അങ്കമാലി NRI അസോസിയേഷൻ ആൻഡ്രിയയുടെ 11ാമത് ക്രിക്കറ്റ് ടൂർണമെന്റും കുടുംബ സംഗമവും വരുന്ന ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ഷാർജ ടാസ് സ്പോർട്സ് ഗ്രൗണ്ടിൽ നടക്കും. 8 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ വനിതകളുടെ പ്രദർശന മത്സരവും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 05564242020 എന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.